സ്വാഗതം. നിങ്ങൾ അയച്ചു തന്ന ഈ വിശകലനം വളരെ ഗംഭീരമാണ്. ജോൺ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്ന കവിതയെക്കുറിച്ചാണല്ലോ ഇത്. അതെ. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിതൊരു സാധാരണ കവിതയായിട്ടാണ് തോന്നിയിരുന്നത്. ഒരു പഴയ പാത്രത്തെ നോക്കി അതിലെ ചിത്രങ്ങളെ വർണ്ണിക്കുന്നു, അത്രയുള്ളൂ. പക്ഷേ ഈ വിശകലനം വായിച്ചപ്പോഴാണ് അതിന്റെ ആഴം ശരിക്കും മനസ്സിലായത്. ഒരു പാത്രത്തെക്കുറിച്ചുള്ള കവിത എങ്ങനെയാണ് കലയെയും ജീവിതത്തെയും കുറിച്ചുള്ള ഇത്രയും വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതൊരു നല്ല തുടക്കമാണ്. കാരണം ആ ചോദ്യത്തിലാണ് ഈ കവിതയുടെ ഹൃദയമിരിക്കുന്നത്. ഇതൊരു പാത്രത്തെക്കുറിച്ചുള്ള വെറുമൊരു വർണ്ണനയല്ല. അല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ കീറ്റ്സ് ഒരു പഴയ ഗ്രീക്ക് പാത്രത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഓഡ് എന്ന് വിളിക്കുന്നത്. ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടെ, ആദരവോടെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാവ്യരൂപമാണത്. ശരി. ഇവിടെ കീറ്റ്സ് സംസാരിക്കുന്നത് ആ പാത്രത്തോടല്ല, മറിച്ച് കലയുടെ ആത്മാവിനോടാണ്. നിങ്ങളുടെ വിശകലനം എടുത്തു പറയുന്നൊരു പ്രധാന കാര്യം ഈ കവിത കലയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുക മാത്രമല്ല, അതിന്റെ പരിമിതികളെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. അതെ, ആ ഒരു ദ്വന്ദ്വമാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത്. കവിത തുടങ്ങുന്നത് തന്നെ ഒരുപാട് വിരോധാഭാസങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ. ഈ പാത്രം നിശ്ശബ്ദമാണ്, പക്ഷേ കഥ പറയുന്നു. കൃത്യം. കാലങ്ങളായി അനങ്ങാതെ നിൽക്കുന്ന ഒന്നാണ്, പക്ഷേ അതിലെ ചിത്രങ്ങൾ വളരെ ചലനാത്മകമാണ്. ഒരു തണുത്ത കളിമൺ പാത്രം, പക്ഷേ അതിൽ തീവ്രമായ പ്രണയത്തിന്റെയും ആഘോഷത്തിന്റെയും ചൂടുള്ള രംഗങ്ങളുണ്ട്. കൃത്യം. ആ വൈരുദ്ധ്യങ്ങളിലാണ് കീറ്റ്സ് കവിത കെട്ടിപ്പടുക്കുന്നത്. കലയുടെ നിശ്ചലതയും ജീവിതത്തിന്റെ ആ ഒഴുകിപ്പോകുന്ന സ്വഭാവവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം ഇതിലുടനീളം കാണാം. ഉദാഹരണത്തിന്, ആ ചുംബിക്കാൻ പോകുന്ന കാമുകൻ. കീറ്റ്സ് പറയുന്നു, ബോൾഡ് ലവർ നെവർ ക്യാൻസ് യു കിസ്. നിനക്കൊരിക്കലും അവളെ ചുംബിക്കാൻ കഴിയില്ല. ഒരിക്കലും. ആ ചുണ്ടുകൾ തമ്മിൽ 1 ഇഞ്ച് ദൂരമുണ്ട്. ആ ദൂരം അത് അനന്തകാലം വരെ അവിടെ ഉണ്ടാകും. പക്ഷേ തൊട്ടടുത്ത വരിയിലെ കീറ്റ്സ് അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലേ. ഷി കനോട്ട് ഫെയ്ഡ്. അവളുടെ സൗന്ദര്യം ഒരിക്കലും മാഞ്ഞു പോകില്ല. അതെ. ഫോർ എവർ വിൽ യു ലവ് ആൻഡ് ഷീ ബി ഫെയർ. നീ എന്നെന്നും അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കും, അവൾ എന്നെന്നും സുന്ദരിയായിരിക്കും. ഇത് വായിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നും. ഇതൊരു അനുഗ്രഹമാണോ അതോ ശാപമാണോ? നല്ല ചോദ്യമാണ്. ആഗ്രഹം ഒരിക്കലും പൂർത്തിയാവുന്നില്ല, പക്ഷെ ആ പ്രണയം ഒരിക്കലും തീവ്രത കുറയാതെ നിലനിൽക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഇത് സാധ്യമല്ലല്ലോ. അവിടെയാണ് നമ്മൾ കീറ്റ്സിന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുകൂടി ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, കീറ്റ്സ് ഒരു ഡോക്ടറാകാൻ പഠിച്ചയാളാണ്. ശരിയാണ്. മനുഷ്യ ശരീരത്തിന്റെ ബലഹീനതകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന് നേരിട്ടറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ടോം ക്ഷയരോഗം ബാധിച്ച് മരിക്കുന്നത് അദ്ദേഹം കണ്ടു. തനിക്കും അതേ രോഗം പിടിപെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മാറ്റമില്ലാത്ത, മാഞ്ഞുപോകാത്ത, രോഗം ബാധിക്കാത്ത ഒരു സൗന്ദര്യമെന്ന ആശയം അദ്ദേഹത്തെ എത്രമാത്രം മോഹിപ്പിച്ചിട്ടുണ്ടാകണം. ശരിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ വരികൾക്ക് ഭയങ്കരമായൊരു വൈകാരിക ഭാരം വരുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാം ക്ഷണികമാണെന്ന് അറിയുന്ന ഒരാൾക്ക് കല നൽകുന്ന ഈ അനശ്വരത അതൊരേ സമയം വലിയ ആശ്വാസവും എന്നാൽ എത്തിപ്പിടിക്കാനാവാത്തൊന്നുമായിരിക്കും. അതെ. കേൾക്കാത്ത സംഗീതത്തെപ്പറ്റി പറയുന്ന ഭാഗത്തും ഇതേ ആശയം കാണാമല്ലോ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. നമ്മൾ ചെവികൊണ്ട് കേൾക്കുന്ന സംഗീതം മധുരമുള്ളതാണ്, പക്ഷേ കേൾക്കാത്ത ഭാവനയിലുള്ള സംഗീതം അതിനേക്കാൾ മധുരമുള്ളതാണ്. അതെ, കാരണം ഭാവനയിൽ പൂർണ്ണതയുണ്ട്. യഥാർത്ഥത്തിൽ വായിക്കുന്ന ഒരു സംഗീതത്തിൽ ഒരു പിഴവ് പറ്റാം, അല്ലെങ്കിൽ കേട്ടുകേട്ട് നമുക്ക് മടുപ്പ് തോന്നാം. ശരിയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന സംഗീതം എപ്പോഴും പൂർണ്ണമാണ്. അതുപോലെ ഒരു ചുംബനം കഴിഞ്ഞാൽ ആ കാത്തിരിപ്പിന്റെ മാധുര്യം തീർന്നു. എന്നാൽ കലയിലെ ആ ചുംബിക്കാത്ത കാമുകന്റെ പ്രണയം അതിന്റെ ഏറ്റവും തീവ്രമായ നിമിഷത്തിൽ മരവിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തെക്കാൾ മികച്ച ഒരു അനുഭവം കലഭാവനയിലൂടെ നൽകുന്നു എന്നാണ് കീറ്റ്സ് പറയുന്നത്. അപ്പോൾ കീറ്റ്സ് ഈ പാത്രത്തെ ഒരു നിശബ്ദ കലാസൃഷ്ടിയായി മാത്രമല്ല കാണുന്നത്, അദ്ദേഹം അതിനെ സിൽവൻ ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് വനത്തിലെ ചരിത്രകാരൻ. അതെ. സ്വന്തം കവിതയേക്കാൾ മനോഹരമായി കഥ പറയുന്നൊന്ന്. ഒരു കവി സ്വന്തം മാധ്യമമായ വാക്കുകളേക്കാൾ മികച്ചതായി ദൃശ്യകലയെ കാണുകയാണോ ഇവിടെ? അതൊരു തരം കുറ്റസമ്മതം പോലെ തോന്നുന്നു. അതൊരു രസകരമായ നിരീക്ഷണമാണ്. കുറ്റസമ്മതം എന്നതിലുപരി
കലയുടെ വ്യത്യസ്ത രൂപങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഓക്കേ. ഒരു ചരിത്രപുസ്തകം നമുക്ക് വിവരങ്ങൾ തരുന്നു, വസ്തുതകൾ നിരത്തുന്നു. പക്ഷേ അതിനൊരു നിമിഷത്തിലെ വികാരത്തെ, ആ ഊർജത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ? ഒരു ഫോട്ടോ ചിലപ്പോൾ ഒരു യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് 1000 പേജുള്ള പുസ്തകത്തേക്കാൾ ശക്തമായി നമ്മളോട് സംസാരിക്കും. ശരിയാണ്. വാക്കുകൾക്ക് ഒരുപക്ഷെ വളച്ചൊടിക്കാൻ കഴിയുന്ന സത്യത്തെയാണോ ഈ നിശബ്ദമായ ചിത്രങ്ങൾ മറികടക്കുന്നത്? പാത്രം പറയുന്ന കഥയ്ക്ക് വാക്കുകളില്ല. അത് നമ്മളോട് നേരിട്ട് സംവദിക്കുന്നു. നമ്മുടെ ഭാവനയെ സ്വതന്ത്രമായി വിടുന്നു. കവിത നമ്മളെ ഒരു വഴിയിലൂടെ കൊണ്ടുപോകുമ്പോൾ ഈ പാത്രം ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നിടുകയാണ്. അതെ, പാത്രത്തിലെ ചിത്രങ്ങൾ കണ്ടിട്ട് കീറ്റ്സ് ചോദിക്കുന്നുണ്ടല്ലോ, വാട്ട് മെൻ ഓർ ഗോഡ്സ് ആർ ദീസ്, വാട്ട് മെയ്ഡൻസ് ലോത്ത്, വാട്ട് മാഡ് പസ്യൂട്ട്. അതെ. ഇവർ ദേവന്മാരാണോ മനുഷ്യരാണോ? ഈ പെൺകുട്ടികൾ എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത്? ഈ ഭ്രാന്തമായ പിന്തുടരൽ എന്തിനാണ് എന്നൊക്കെ. പാത്രം ഉത്തരം പറയുന്നില്ല. ഇല്ല. അത് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ആ നിഗൂഢതയാണ് അതിന്റെ ശക്തി. ഒരുപക്ഷേ വാക്കുകളേക്കാൾ സത്യസന്ധമായ ഒരു ചരിത്രം പറയുന്നത് ഈ നിശബ്ദ ചിത്രങ്ങളായിരിക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ കല അനശ്വരവും പൂർണ്ണവുമാണെന്ന് തോന്നുമെങ്കിലും കവിത മുന്നോട്ടു പോകുമ്പോഴൊരു ഭാവമാറ്റം വരുന്നുണ്ട്. നിങ്ങളയച്ച വിശകലനത്തിൽ അതാണ് എടുത്തു പറയുന്നത്. തീർച്ചയായും. ഈ അനശ്വരതയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? കവിതയുടെ 4ാമത്തെ സ്റ്റാൻസ എത്തുമ്പോഴേക്കും ആ ആഘോഷത്തിന്റെ മനോഭാവം പതിയെ മാറുന്നതുപോലെ. തീർച്ചയായും. അവിടെയാണ് ഈ കവിതയുടെ ഏറ്റവും ആഴത്തിലുള്ള ചിന്ത വരുന്നത്. ആ ഭാഗത്ത് ഒരു ബലിയാടിനെ കൊണ്ടുപോകുന്ന ജനക്കൂട്ടത്തെയാണ് വർണ്ണിക്കുന്നത്. അവരൊരു ചെറിയ പട്ടണത്തിൽ നിന്ന് വരികയാണ്. ശരി. കീറ്റ്സ് പെട്ടെന്ന് ആ പട്ടണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ആൻഡ് ലിറ്റിൽ ടൗൺ, thy streets forever more will silent be. And not a soul to tell why thou art desolate can ever return. അതെ, നിന്റെ തെരുവുകൾ എന്നേക്കുമായി നിശബ്ദമായിരിക്കും. നീ എന്തുകൊണ്ടാണ് വിജനമായിരിക്കുന്നത് എന്ന് പറയാൻ ഒരാൾ പോലും ഒരിക്കലും തിരികെ വരില്ല. തിരിച്ചറിവ് അത് ഭയങ്കരമാണ്. ആ പട്ടണത്തിലെ ആളുകൾ മുഴുവൻ ഈ പാത്രത്തിലെ ചിത്രത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അവർക്ക് ജീവിതത്തിലേക്ക്, തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാനാവില്ല. ആ പട്ടണം എന്നേക്കുമായി ശൂന്യമായിരിക്കും. അപ്പോൾ കല ഒരു നിമിഷത്തെ അനശ്വരമാക്കുന്നത് അതിൽ നിന്ന് ജീവൻ ഊറ്റിയെടുത്തുകൊണ്ടാണോ? അതെ, അതാണ് ആ ഭീകരമായ സത്യം. ചിത്രങ്ങൾക്ക് നാശത്തിൽ നിന്ന് രക്ഷ നൽകുന്ന അതേ അനശ്വരത അവയെ ജീവനില്ലാത്തതാക്കി മാറ്റുന്നു. അപ്പോഴാണ് കീറ്റ്സ് ആ പാത്രത്തെ കോൾഡ് പാസ്റ്ററൽ എന്ന് വിളിക്കുന്നത്. കോൾഡ് പാസ്റ്ററൽ. പാസ്റ്റോറൽ എന്നത് സാധാരണയായി ഗ്രാമഭംഗിയുടെയും അവിടത്തെ സന്തോഷകരമായ ജീവിതത്തിൻ്റെയും ആഘോഷമാണ്. പക്ഷേ അതിൻ്റെ മുന്നിൽ കോൾഡ് അഥവാ തണുത്തത് എന്ന് ചേർക്കുമ്പോൾ അർത്ഥം മുഴുവൻ മാറി. അതൊരു ജീവനില്ലാത്ത, വികാരങ്ങളില്ലാത്ത തണുത്ത സൗന്ദര്യമായി മാറുന്നു. കൃത്യമായി. അതിന് ജീവിതത്തിന്റെ ഊഷ്മളതയില്ല. അതിന് ചിരിക്കാനോ കരയാനോ കഴിയില്ല. സ്നേഹിക്കാം, പക്ഷേ ചുംബിക്കാൻ കഴിയില്ല. ആഘോഷിക്കാം, പക്ഷേ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകാനാവില്ല. അത് ജീവിതത്തിന് പുറത്ത്, കാലത്തിന് പുറത്ത് നിൽക്കുന്ന ഒന്നാണ്. അതെ. കീറ്റ്സ് പറയുന്നുണ്ട്, "Thou, silent form, dost tease us out of thought as doth eternity." നിന്റെ ഈ നിശബ്ദ രൂപം ഞങ്ങളെ ചിന്തകൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അനന്തതയെപ്പോലെ. അതായത് മനുഷ്യന്റെ യുക്തിക്കും ചിന്തകൾക്കും അതീതമായ ഒന്നാണത്. അതെ, അത് നമ്മളെ ഭ്രമിപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലും നമ്മളിൽ ഒരാനാകുന്നില്ല. അത് മനുഷ്യന്റെ സുഹൃത്താണ് എന്ന് പറയുന്നുണ്ട്. കാരണം അത് നമുക്ക് സൗന്ദര്യത്തെയും സത്യത്തെയും കുറിച്ച് ചില പാഠങ്ങൾ നൽകുന്നു. പക്ഷേ അതൊരു അകലം പാലിക്കുന്ന സുഹൃത്താണ്. നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ അതിന് കഴിയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആ കവിതയിലെ ഏറ്റവും പ്രശസ്തമായ, എന്നാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട വരികളിലേക്കാണ്. കവിതയുടെ അവസാനം ആ പാത്രം മനുഷ്യരാശിയോട് സംസാരിക്കുന്നു. "Beauty is truth, truth beauty. That is all you know on earth and all you need to know." അതെ. സൗന്ദര്യമാണ് സത്യം, സത്യം സൗന്ദര്യവും. അതുമാത്രമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ അറിയുന്നത്. നിങ്ങൾ അറിയേണ്ടതും അതുമാത്രം. സത്യം പറഞ്ഞാൽ ഈ വരികൾ കേൾക്കുമ്പോൾ എനിക്കിതൊരു ക്ലീഷേ പോലെയാണ് ആദ്യം തോന്നിയിരുന്നത്. പക്ഷേ ഈ കവിതയുടെ പശ്ചാത്തലത്തിൽ ഇതിന് പല അർത്ഥങ്ങൾ വരാമല്ലേ? തീർച്ചയായും. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരുപക്ഷെ ഇതിനോളം ചർച്ച ചെയ്യപ്പെട്ട വേറെ വരികൾ ഉണ്ടാകില്ല. നിങ്ങളയച്ച വിശകലനത്തിൽ പറയുന്നതുപോലെ ഇതിന് നേർവിപരീതമായ 2 വ്യാഖ്യാനങ്ങൾ സാധ്യമാണ്. ഓക്കേ. കീറ്റ്സ് മനഃപൂർവ്വം ഈ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചതാണെന്നും വാദിക്കുന്നവരുണ്ട്. നമുക്ക് ആദ്യത്തെ വ്യാഖ്യാനം നോക്കാം. ഏറ്റവും ലളിതമായ വായന,
വേദനയും മരണവും മാറ്റങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേയൊരു ശാശ്വതമായ കാര്യം കല നൽകുന്ന സൗന്ദര്യമാണെന്നൊരു പ്രസ്താവന, ഒരു റൊമാന്റിക് ആശയം. അതെ, അതൊരു വളരെ പ്രചാരമുള്ള വ്യാഖ്യാനമാണ്. എന്നാൽ നമുക്കതിനൊന്ന് ചോദ്യം ചെയ്തു നോക്കാം. ഈ വാക്കുകൾ ആരാണ് പറയുന്നത്? പാത്രമാണ്. തണുത്ത, ജീവനില്ലാത്ത, മാറ്റങ്ങളില്ലാത്തൊരു വസ്തു. അതിനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യവും സത്യവും ഒന്നായിരിക്കാം, കാരണം അതിന് അനുഭവങ്ങളില്ല. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമോ എല്ലാ സത്യങ്ങളും സുന്ദരമാണോ? ഇല്ല. ക്ഷയരോഗം ഒരു സത്യമാണ്, അത് സുന്ദരമാണോ? ദാരിദ്ര്യം ഒരു സത്യമാണ്, അത് സുന്ദരമാണോ? ഇല്ല, ഒരിക്കലുമല്ല. അതുപോലെ എല്ലാ സൗന്ദര്യവും സത്യസന്ധവുമാകണമെന്നില്ല. ഉപരിപ്ലവമായ സൗന്ദര്യങ്ങളുണ്ട്, ചതിക്കുന്ന സൗന്ദര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കലയുടെ പരമോന്നതമായ ജ്ഞാനമല്ല, മറിച്ച് അതിന്റെ പരിമിതിയാണ് ഈ വരികൾ കാണിക്കുന്നത് എന്നാണോ രണ്ടാമത്തെ വ്യാഖ്യാനം? അതാണ് രണ്ടാമത്തേത്, കൂടുതൽ ആഴത്തിലുള്ള വായന. പാത്രത്തിനറിയാവുന്ന ഏക സത്യം അതാണ്. പക്ഷേ മനുഷ്യരുടെ ലോകത്തിലെ സത്യം അതിനേക്കാൾ സങ്കീർണമാണ്. അതെ, പാത്രം നമ്മളോട് പറയുന്നത് ഒരു സാർവത്രിക സത്യമല്ല, മറിച്ച് അതിന്റെ മാത്രം സത്യമാണ്. അതുമാത്രമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ അറിയുന്നത്, നിങ്ങൾ അറിയേണ്ടതും അതുമാത്രം എന്ന് പറയുമ്പോൾ അതിലൊരു പുച്ഛം കലർന്നിട്ടില്ലേ എന്ന് സംശയിക്കാം. ജീവിതത്തിന്റെ സങ്കീർണതകൾ അറിയാത്തൊരു കലാസൃഷ്ടി മനുഷ്യരാശിക്ക് നൽകുന്ന ലളിതമായൊരു ഉപദേശം. കീറ്റ്സ് ഒരു ഉത്തരം തരുന്നില്ല. ഈ രണ്ട് സാധ്യതകളും നമ്മുടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം കവിത അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തുന്നത്? കീറ്റ്സ് നമ്മളെ ഒരു ഉത്തരമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടു നിർത്തുകയാണോ? ഏതാണ് കൂടുതൽ മൂല്യമുള്ളത്? കലയുടെ അനശ്വരവും എന്നാൽ തണുത്തുറഞ്ഞതുമായ പൂർണ്ണതയോ, അതോ ജീവിതത്തിന്റെ ക്ഷണികവും എന്നാൽ ഊഷ്മളവുമായ അപൂർണതയോ? എനിക്ക് തോന്നുന്നത് ആ ചോദ്യത്തിൽ തന്നെ ജീവിക്കാനാണ് കീറ്റ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നാണ്. ഒന്നിനെ തിരഞ്ഞെടുക്കാനല്ല. കല നമുക്ക് ആശ്വാസം നൽകുന്നു, പൂർണ്ണതയുടെ ഒരു അനുഭവം നൽകുന്നു. പക്ഷെ യഥാർത്ഥ ജീവിതം സംഭവിക്കുന്നത് ആ പാത്രത്തിന് പുറത്താണ്, ആ അപൂർണതയിലാണ്. സന്തോഷത്തിലും സങ്കടത്തിലും പ്രണയത്തിലും മരണത്തിലുമെല്ലാമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ഊർജം. ആ ദ്വന്ദ്വമാണ് മനുഷ്യാനുഭവത്തിന്റെ കാതൽ. അപ്പോൾ ചുരുക്കത്തിൽ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്നത് കലയെ പുകഴ്ത്തുന്ന ഒരു കവിത എന്നതിലുപരി പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹത്തെയും, അതെ, ആ പൂർണ്ണത നേടാൻ ശ്രമിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്ന യഥാർത്ഥ ജീവിതാനുഭവങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. കലയും ജീവിതവും തമ്മിലുള്ള അതിർവരമ്പിലാണ് ഈ കവിത നിൽക്കുന്നത്. വളരെ ശരിയാണ്. നിങ്ങളെ വിശകലനത്തിലെ ഒരു വാചകം കടമെടുത്താൽ, ആ പാത്രം ആദർശത്തിന്റെ മനോഹരവും എന്നാൽ തണുത്തതുമായ ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. അത് നൽകുന്ന സത്യം ഒരേ സമയം ഗംഭീരവും വേദനാജനകമാം വിധം അപൂർണവുമാണ്. കലയുടെ ഈ സ്വഭാവത്തെ ഇത്രയും മനോഹരമായി മറ്റാരെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന സംശയമാണ്. നിങ്ങൾക്ക് ആലോചിക്കാനൊരു ചിന്ത തന്ന് നമുക്ക് അവസാനിപ്പിക്കാം. കീറ്റ്സ് ഇതെഴുതുന്നത് 1819 ഒരു പുരാതന പാത്രത്തെ നോക്കി. ഇന്ന് ഏതാണ്ട് 200 വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങളെ മനോഹരമായി പകർത്തി ഫിൽറ്റർ ചെയ്ത് എഡിറ്റ് ചെയ്ത് അനശ്വരമാക്കാൻ നമുക്ക് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ശരിയാണ്. ഒരു തരത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം തണുത്ത ഗ്രാമീണ ഭംഗികൾ അല്ലെങ്കിൽ കോൾഡ് പാസ്ട്രൽസ് ഉണ്ടാക്കുകയല്ലേ? നമ്മുടെ ഡിജിറ്റൽ ഓർമ്മകൾ ഒരു നിമിഷത്തിലെ ഏറ്റവും മികച്ച സൗന്ദര്യം പിടിച്ചെടുക്കുമ്പോൾ ആ നിമിഷം യഥാർത്ഥത്തിൽ ജീവിക്കുന്നതിലെ കുഴപ്പങ്ങളെയും കുറവുകളെയും ആ യഥാർത്ഥ ഊഷ്മളതയെയും അതില്ലാതാക്കുന്നുണ്ടോ? ഒരുപക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ ഓരോ ഗ്രീക്ക് പാത്രങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണോ?